ട്യൂബിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് നോമ്പ് കാലത്ത് മതബോധന വിദ്യാർത്ഥികൾ സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കി. തൃശൂർ അതിരൂപതയിലെ അരനാട്ടുകര സെന്റ് തോമസ് ഇടവകയിലാണ് ഈ ശ്രദ്ധേയമായ പ്രവർത്തനം നടന്നത്. അരനാട്ടുകര സെയിന്റ് തോമസ് ഇടവകയിലാണ് ക്രിസ്തുമസ് കാലത്ത് ബൈബിൾ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയത്. ഡിസംബർ 1 മുതൽ 25 വരെയുള്ള 25 നോമ്പിന്റെ ദിവസങ്ങളിൽ മതബോധന വിദ്യാർത്ഥികൾ സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതി. മതബോധന യൂണിറ്റിൽ ആകെ 810 വിദ്യാർത്ഥികളാണ് ഉള്ളത്. 5 മുതൽ ACC വരെയുള്ള ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 333 വിദ്യാർത്ഥികളാണ് ബൈബിൾ പകർത്തിയെഴുതുന്നതിൽ പങ്കാളികളായത്. വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പേരാമംഗലം, മതബോധന ഹെഡ്മാസ്റ്റർ, മറ്റ് അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളുടെ ബൈബിൾ പകർത്തിയെഴുത്ത് നടന്നത്. അരനാട്ടുകര ഇടവകയിലെ ഈ വർഷത്തെ മതബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതാനായിട്ടുള്ള പരിശ്രമമായിരുന്നു. വളരെ തീക്ഷണതയോടുകൂടി ഉത്സാഹത്തോടു കൂടിയാണ് കുട്ടികളും അവരെ പ്രോത്സാഹിപ്പിക്കാൻ മതാധ്യാപകരും മാതാപിതാക്കളും പ്രത്യേകിച്ച് മുഖവനോട് ജോണച്ചനൊക്കെ മുതിർന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് അവരത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അവരഭിനന്ദിക്കുന്നു. അതോടൊപ്പം ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു അവസരമായിട്ട് ഈ വചനം എഴുത്തിനെ കാണുകയാണ്. ഈ സംരംഭം മുൻകൈയെടുത്ത് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള സംരംഭം ഉണ്ടാകാനായിട്ടിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തും. കുട്ടികളെ വചനം പഠിപ്പിക്കുക, സമ്പൂർണ്ണ ബൈബിളിലെ വിവിധ ഗ്രന്ഥങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ബൈബിൾ പകർത്തിയെഴുത്ത് സംഘടിപ്പിച്ചത്. 5ാം ക്ലാസ് മുതൽ ACC വരെയുള്ള 500ഓളം മക്കളിലെ 333 വിദ്യാർത്ഥികൾ ഇത് എഴുതുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായി തീർന്നിരിക്കുകയാണ്. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വചനം പഠിക്കുവാനും അത് പ്രഘോഷിക്കുവാനും ജീവിക്കുവാനൊക്കെ സാധിക്കുന്ന മക്കളെ വളർത്തിയെടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഓരോ വിശ്വാസ പരിശീലന വേദിക്കുമുണ്ടെന്ന് ഇതൊരു സന്ദേശമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമ്മൾ ഒരുപാട് കർത്താവിനെ പറ്റിയും സഭയെ പറ്റിയും ഒരുപാട് തിയറി പഠിച്ചു പോകുന്നു. പക്ഷേ വചനം ഉള്ളിലേക്ക് കയറുന്നില്ല, അത് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു കുറവ് ഈ കാലഘട്ടങ്ങളിലുണ്ടല്ലോ. നമ്മുടെ മക്കൾക്ക് വചനം പഠിച്ചുകൊണ്ട് അത് മനനം ചെയ്തുകൊണ്ട് കർത്താവിനെ അറിഞ്ഞുകൊണ്ട് അത് പഴയ നിയമത്തിൽ കർത്താവിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിൽ അത് നടന്നു എന്ന് നമുക്കറിയാം. അത് നമ്മുടെ മുമ്പിൽ അത് നടന്നിരിക്കുകയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചിരിക്കുകയാണ്. അത് വചനം വായിക്കുന്നതിലൂടെയാണ് ഇത്തരം ബോധ്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കുക. ഓരോ വിദ്യാർത്ഥിക്കും എഴുതാനുള്ള ഭാഗം അധ്യാപകരുടെ നേതൃത്വത്തിൽ വിഭജിച്ച് നൽകി. അതനുസരിച്ച് നിശ്ചിത ദിവസത്തിനുള്ളിൽ ഓരോരുത്തരും തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഭാഗം എഴുതി പൂർത്തിയാക്കി നൽകി. അധ്യാപകർ ഇവ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി ക്രമമനുസരിച്ച് ചേർത്തുവെച്ച് ബൈൻഡ് ചെയ്തെടുത്തു. അധ്യാപകരുടെ സഹകരണമാണ് കൃത്യസമയത്ത് സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുത്ത് പൂർത്തിയാക്കാൻ സഹായകമായത്. അപ്പോൾ അവർക്ക് ഞങ്ങൾ അധ്യാപകരെ അവരെ വിളിച്ചു കൂട്ടി അവർക്ക് എങ്ങനെയാണ് ബൈബിൾ എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുക്കി. അതിനുശേഷം ഓരോ ഭാഗങ്ങളാക്കി തിരിച്ച് അവർക്ക് കൊടുത്തു. ഡിസംബർ 1-ാം തീയതിക്കുള്ളിൽ അവർ തിരിച്ച് കൊണ്ടുവരണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. അതുപ്രകാരം അധ്യാപകർ ഓരോ കുട്ടികൾക്കും അതാത് ദിവസങ്ങളിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് എഴുതിപ്പിച്ച് അത് പരിശോധിച്ച് ഡിസംബർ 1-ന് തന്നെ എല്ലാ കുട്ടികളും അത് തിരിച്ച് എത്തിച്ചു. അതിനുശേഷം അധ്യാപകർ ടീം ഓഫ് അധ്യാപകർ ഒരുമിച്ചിരുന്നുകൊണ്ട് അതെല്ലാം വായിച്ച് കറക്റ്റ് ചെയ്ത് വീണ്ടും റീറൈറ്റ് ചെയ്യിപ്പിച്ച് അത് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. സമ്പൂർണ്ണ ബൈബിൾ രചനയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നവരാണ് അരനാട്ടുകരയിലെ മതബോധന വിദ്യാർത്ഥികൾ. വചനത്തെ കൂടുതൽ അടുത്തറിയാനും വിശേഷിച്ചും പഴയ നിയമഗ്രന്ഥങ്ങളെ കൂടുതൽ പരിചയപ്പെടാനും അവസരം ലഭിച്ചുവെന്ന് കുട്ടികൾ പറയുന്നു. ആദ്യം പള്ളിയിൽ അസംബ്ലിന്റെ സമയത്ത് പറഞ്ഞു ബൈബിൾ എഴുതാൻ ആരൊക്കെയാണ് ആഗ്രഹമുള്ളവര് അവരോട് എഴുതിക്കാൻ പറഞ്ഞു. അപ്പം ആദ്യം വിചാരിച്ചു എഴുന്നേറ്റ് നിൽക്കണ്ട, കാരണം ബൈബിൾക്ക് എഴുതാൻ കുറെ സമയമൊക്കെ എടുക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അമ്മ പറഞ്ഞപ്പോൾ പേര് കൊടുത്താലും ഞാൻ പേരൊക്കെ കൊടുത്തു. ബൈബിൾ എഴുതുന്ന സാധനമൊക്കെ മറ്റേ പേപ്പറൊക്കെ കിട്ടി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ബൈബിൾ ഭയങ്കര പാടൊക്കെ ആയിരിക്കും, പിന്നെ അക്ഷരത്തില്ലാണ്ട് വൃത്തിയിൽ എഴുതണം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇത്ര മോശം തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന്. പിന്നെ പ്രാർത്ഥനയോടെ തുടങ്ങി എഴുതാൻ തുടങ്ങി. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് എഴുതി കഴിഞ്ഞപ്പോഴേക്കും നന്നായി തുടങ്ങി. പിന്നെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു തെറ്റൊന്നുമില്ലാണ്ട് എഴുതാൻ സാധിച്ചു. അപ്പം അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അരനാട്ടുകര ഇടവകയിലെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും വരെ ഉള്ളവർക്ക് ബൈബിൾ എഴുതാനായിട്ട് ഉള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യേശു മനുഷ്യാവതാരത്തിന് മുൻപ് യേശു വചനമായിരുന്നു. വചനം മാംസമായിരുന്നു. എന്നിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു.
അപ്പോൾ ആ വചനത്തെയും അതുപോലെ തന്നെ ആ യേശു ക്രിസ്തുവിലൂടെ നമ്മളിലൂടെ അറിയാനായിട്ടാണ് ഞങ്ങൾക്ക് സാധിച്ചത്. ഞങ്ങൾ എഴുതുമ്പോൾ യേശുവിനെ നന്നായിട്ട് മനസ്സിലാക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ വാക്കുകളാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനും അറിയാനും ലഭിച്ചത്. ഈ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് സ്വർഗരാജ്യം ലക്ഷ്യമാക്കാൻ സാധ്യമാക്കുമെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. മതബോധന വിദ്യാർത്ഥികൾ പകർത്തിയെഴുതിയ സമ്പൂർണ്ണ ബൈബിൾ വർഷാരംഭത്തിൽ തിരുക്കർമ്മങ്ങളുടെ അവസരത്തിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഏറ്റുവാങ്ങി. പിന്നീട് അൾത്താരയിൽ സമർപ്പിച്ചു. ഇതോടൊപ്പം മതാധ്യാപകർ ചേർന്ന് പുതിയ നിയമം ബൈബിൾ കയ്യെഴുത്തുപ്രതി എഴുതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം. ഗോഡ് ബ്ലെസ്.